ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ കർക്കിടക കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കർക്കിടക കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ 2-ൽ കേതു, 8-ൽ രാഹു, 9-ൽ ശനി, 10-ൽ ശുക്രൻ, 11-ൽ സൂര്യൻ, ബുധൻ, 12-ൽ വ്യാഴം. വ്യാഴം അനുകൂലമല്ല, ചൊവ്വ അനുകൂലമല്ല, കേതു അനുകൂലമല്ല, രാഹു അനുകൂലമല്ല, ശനി അനുകൂലമാണ്, ശുക്രൻ അനുകൂലമല്ല, സൂര്യനും ബുധനും അനുകൂലമാണ്. മിക്ക ഗ്രഹങ്ങളും അനുകൂലമല്ലെങ്കിലും സൂര്യചാരവശാൽ ഇവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ളതും വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മന്ദതയെല്ലാം മാറി തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗമനം വരുവാനുള്ള സാധ്യതയുണ്ട്. അലോപ്പതി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങളുണ്ടാവും. MBBS സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പഠന വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാത്മകപരമായിട്ടുള്ള മേൽക്കോയ്മകൾ ഉണ്ടാവും. കുടുംബത്തിൽ അലോസരമായിട്ടുള്ള ഒരുപാട് പ്രക്രിയകൾ നടക്കുവാനുള്ള സാധ്യതയും കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ധനച്ചെലവിന് സാധ്യതകൾ കാണുന്നുണ്ട്. പണം കയ്യിൽ നിന്ന് പോണത് എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. സേഫ്റ്റി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പാടുകയുള്ളൂ എന്നാണ് പറയുന്നത്. കയ്യിൽ പണമൊന്നും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ധനച്ചെലവ് ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കടബാധ്യത വന്ന് കയറുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോട് കാര്യം ചെയ്യണം. എന്നിരുന്നാലും ജൂൺ മാസം ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ട് വരില്ല എന്ന് തന്നെ പറയാം. കർമ്മസ്ഥാനത്ത് ശുക്രനാണ് നിൽക്കുന്നത്. ശുക്രൻ നല്ല അനുകൂല സ്ഥാനത്തിലല്ല നിൽക്കുന്നത്. അത് കാരണം തൊഴിൽ സംബന്ധമായിട്ട് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തൊഴിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. തൊഴിൽ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. തൊഴിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. തൊഴിലിൽ അബദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെയ്യുന്ന തൊഴിൽ അത് വന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ഓഫീസ് വർക്കാണെങ്കിലും ഗവൺമെൻറ് സംബന്ധമായിട്ടുണ്ടെങ്കിലും അബദ്ധങ്ങൾ പറ്റുവാനും മേലധികാരിയുടെ വാക്കുകളോ അല്ലെങ്കിൽ മറ്റു ജനങ്ങളുടെ വാക്കുകളോ ഒക്കെ സഹാരങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. സ്ത്രീകൾ മൂലം ചിലപ്പോൾ ചില ദൂഷ്യവശങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതും ചെറുത്ത് നിൽക്കുവാനുള്ള ഇത് വേണം. ഭാഗ്യശനിയാണ് നിൽക്കുന്നത്. ഭാഗ്യശനി നല്ലതാണ്. ഭാഗ്യവശാൽ ശനിയുടെ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ 11-ൽ ബുധൻ നിൽക്കുന്നത് വളരെ ഗുണകരമാണ്. 11-ൽ സൂര്യൻ നിൽക്കുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ മഹാദേവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ സൂര്യചാരവശാൽ ഗുണാനുഭവങ്ങൾ അന്ന് സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ഭഗവത് സേവ ചെയ്യുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം ആദ്യത്തെ ജൂൺ മാസത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ഒരു ഭഗവത് സേവ ചെയ്യുന്നത് മൂലം ജന്മത്തിലുള്ള ചൊവ്വൻ്റെ ദോഷങ്ങളൊന്ന് കുറയും. അതുപോലെ 12-ാം ഭാവത്തിൽ വ്യാഴപ്രീതി വരുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. വ്യാഴപ്രീതി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു സ്തോത്രം മറ്റുള്ളവരൊക്കെ അറിയുകയാണെങ്കിൽ അത് ചൊല്ലിയാൽ മതി. അല്ലാത്ത പക്ഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തി അതിനുള്ള പ്രായശ്ചിത്തം നേടുക എന്നുള്ളതാണ് പറയുന്നത്. തൊഴിൽ രംഗം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലെടുക്കുന്നവർക്കും തൊഴിലിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ സൂക്ഷ്മത കൈവരിക്കണം. അതുപോലെ തന്നെ ഡ്രൈവർമാരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് പൊതുവെ അത്ര ഗുണകരമല്ലെങ്കിലും ദോഷം അത്രയ്ക്ക് ബാധിക്കില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും പുണർന്ന നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണു പ്രീതിയും പൂയ നക്ഷത്രക്കാർക്ക് ശനിപ്രീതിയും ആയില്യം നക്ഷത്രക്കാർക്ക് നാഗപ്രീതിയും ചെയ്യുന്നത് മൂലം ദോഷഗീതം കുറഞ്ഞ് അനുകൂലപരമായിട്ടുള്ള സംഭവങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.